السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള സംഘടനാ നേതാക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, കേരള നദ്വത്തുൽ മുജാഹിദീൻ കേരളത്തിൽ അകത്തും പുറത്തുമെല്ലാം പരിശുദ്ധ റമളാനിന് സ്വാഗതമോദിക്കൊണ്ട് തന്നെ ഖുർആൻ അവതീർണമായ മാസം, ആ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ടും അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ ആശയധാരകളെയും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഈ പരിപാടിക്കുള്ളത്. പരിശുദ്ധ ഖുർആൻ മാനവകുലത്തിന് മാർഗദർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് ഒരു മുസ്ലിം വളരെ വ്യക്തമായി അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളെയും സൂക്തങ്ങളെയും എടുത്ത് തെറ്റിദ്ധരിപ്പിക്കുകയും ആയത്തുകളെ അതിൻ്റെ ആശയത്തിൽ നിന്ന് മാറ്റി അടർത്തി കൊണ്ടുപോയി വിപരീത ആശയങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ഖുർആനിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ എന്താണ് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നും ഒക്കെ നമ്മൾ അറിയാൻ ആവശ്യമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകുമ്പോൾ മനുഷ്യകുലത്തിലെ മുഴുവൻ ആളുകൾക്കും അത് സുതരം വ്യക്തമാകുന്ന രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. ഖുർആൻ വ്യക്തമാവാതെ, ഖുർആൻ മനസ്സിലാകാതെ ഒരാൾക്കും
മുന്നോട്ട് പോവുക സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ ലളിതമായിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും തങ്ങളുടെ വേദഗ്രന്ഥമായ ഖുർആനിനെ കുറിച്ച്, ഖുർആനിന്റെ ആശയങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ചെറിയ അധ്യായങ്ങൾ പോലും അതെന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് ഭൂരിപക്ഷം ആളുകൾക്കും മനസ്സിലാകുന്നില്ല. എന്താണ് അതിന്റെ കാരണം? പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഖുർആനിന്റെ ആശയധാരയുടെ മുന്നിൽ സ്തബ്ധനായി നിൽക്കാനേ കഴിയുകയുള്ളൂ. ഏറ്റവും നല്ല സംസ്കരണം പരിശുദ്ധ ഖുർആൻ സമൂഹത്തിന് നൽകുന്നുണ്ട്. ആ സംസ്കരണത്തിലൂടെ കടന്നു പോകാൻ കഴിയാത്തത് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സംസ്കരണ ചിന്തകളുടെ നേർചിത്രം മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഞാൻ ചില കാര്യങ്ങൾ ആദ്യമൊന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ അവതരണം തുടങ്ങുന്നു. നബി തങ്ങൾ അത് പ്രബോധനം ചെയ്യുന്നു. മക്കയിലെ ജനങ്ങൾ ഒറ്റയും തെറ്റയുമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കാണുമ്പോൾ ഖുറൈശി സമൂഹം അസ്വസ്ഥരാവുകയാണ്. എങ്ങനെയെങ്കിലും ആളുകളെ തടയാൻ എന്താണ് മാർഗം? അവസാനം അവർ തീരുമാനിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പോയി സംസാരിക്കുക. സംസാരിക്കാൻ ആര് പോകും? പോകാനായി ഏൽപ്പിക്കപ്പെട്ടത് ഉത്ബത്ത് ബിൻ റബീഅയാണ്. ഉത്ബത്ത് ബിൻ റബീഅ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നു. എന്നിട്ട് പ്രവാചകനോട് ഉത്ബത്ത് ബിൻ റബീഅ പറഞ്ഞു, മുഹമ്മദേ, ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. നീ അത് ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ഒരു തീരുമാനത്തിലെത്തണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ദൗത്യത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കുറെ അധിക സമയം ഉത്ബത്ത് ബിൻ റബീഅ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സംസാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബത്ത് ബിൻ റബീഅയോട് ചോദിച്ചു, ഉത്ബ, നിങ്ങളുടെ സംസാരം കഴിഞ്ഞുവല്ലോ, ഇനി ഞാൻ സംസാരിച്ചോട്ടെ? അദ്ദേഹം പറഞ്ഞു, സംസാരിച്ചോളൂ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ 41-ാം അധ്യായം സൂറ ഫുസ്സിലത്ത്, ആ അധ്യായം തനിക്ക് പറയാനുള്ളത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്ബത്ത് ബിൻ റബീഅയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. വല്ലാത്ത ആശയ സമ്പുഷ്ടമായ കുറെ വർത്തമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. തൻസീലും മിനർ റഹ്മാനിർ റഹീം. കിതാബുൻ فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون. പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത്, ആ അധ്യായമാണ് ഉത്ബത്ത് ബിൻ റബീഅയോട് അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാനുള്ള വിഷയം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓതുകയാണ്, ഹാമീം. പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളായി രേഖപ്പെടുത്തപ്പെട്ട 114 അധ്യായങ്ങളിൽ 29 അധ്യായങ്ങളിൽ തുടങ്ങുന്നത് ഹുറൂഫ് മുഖത്തഅ എന്ന് വിളിക്കപ്പെടുന്ന കേവലാക്ഷരങ്ങളിലൂടെയാണ്. ആ
കേവലാക്ഷരങ്ങളുടെ അർത്ഥവും ആശയവും എന്താണ് നമുക്കറിയില്ല. പക്ഷേ പരിശുദ്ധ ഖുർആൻ അർത്ഥമില്ലാത്ത ആശയമില്ലാത്ത വർത്തമാനം പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കേവലാക്ഷരങ്ങൾക്കൊരു വലിയ ആശയം പറയാനുണ്ട്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു അതിന്റെ ആശയം. അത് മക്കക്കാരെ അറബികളെ വെല്ലുവിളിക്കുന്ന വർത്തമാനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് വിളിച്ചു പറയുന്ന പരിശുദ്ധ ഖുർആനുണ്ടല്ലോ, അത് മുഹമ്മദ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ചിന്തിച്ചുണ്ടാക്കിയതാണോ? ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിർദ്ധരിക്കുകയാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഹാമീം. ഓ അറബികളെ, നിങ്ങൾ സംസാരിക്കുന്ന അറബി ഭാഷ അത് അലിഫും ലാമും മീമും തുടങ്ങുന്ന കേവലാക്ഷരങ്ങൾ, അക്ഷരങ്ങളുടെ കൂട്ടിനാൽ ഉണ്ടാക്കപ്പെടുന്ന ആശയങ്ങളാണല്ലോ. അക്ഷരമാലകളാൽ കോർത്തിണക്കപ്പെടുന്ന ഭാഷയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. എങ്കിലിതാ അതേ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് കഴിയുമോ? ആ ഖുർആനിനെ തകർക്കാൻ പറ്റുന്ന, ആ ഖുർആനിന് തുല്യമായ ഒരു ആശയത്തെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ പ്രഖ്യാപനമാണ് 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ കേവലാക്ഷരങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടതെന്ന് മുഫസ്സിറുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അതേ ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിൽ നിന്നുള്ള അവതരണമാണ് ഉത്ബാ. ഈ ഖുർആൻ എന്റെ വാക്കുകളല്ല, ഞാൻ ഓതുന്നത് എന്റെ വർത്തമാനങ്ങളല്ല, ഞാൻ ആരുടെയെങ്കിലും കേട്ടുപറയുന്നതുമല്ല. തൻസീലും മിനർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായതാണ്. കിതാബുൽ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യാ. അതേ ഒരു വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത ഫുസ്സിലത് ആയാതുഹു, അതിന്റെ സൂക്തങ്ങൾ വിശദീകരിക്കപ്പെട്ടു. അതിന്റെ സൂക്തങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു കെട്ടിക്കൊടുക്കും ഒരു മനസ്സിലാകായ്മയും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ ഇല്ല. ഏതൊരു സാധാരണക്കാരനും സുതരാം വ്യക്തമാകുന്ന ആയത്തുകളാണ് അല്ലാഹുവിന്റെ ഖുർആൻ. കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഇസ്ലാഹി ചലനങ്ങളുടെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധ വേദഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ സമൂഹത്തിന്റെ മുന്നിൽ പഠന വിധേയമാക്കുവാൻ തുടക്കം മുതൽ ശ്രമിച്ചവരാണ് ഇസ്ലാഹി പണ്ഡിതന്മാർ. പരിശുദ്ധ ഖുർആനിന്റെ പഠനം, ഖുർആൻ ക്ലാസുകൾ സമൂഹത്തിൽ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞു ഖുർആനെ ക്ലാസ്സിലാക്കിയവരാണ്. ശക്തമായ എതിർപ്പുണ്ടായി. അങ്ങനെ ഖുർആൻ സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റൂല, സാധാരണക്കാർ പഠിക്കേണ്ട ആവശ്യവുമില്ല, നിർബന്ധമായും ഓതൽ നിർബന്ധമായി തന്നെ ഫാത്തിഹയാണ്, അതും അർത്ഥം പഠിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കാൻ പാടില്ല, ഖുർആൻ അർത്ഥം മനസ്സിലാക്കാൻ പാടില്ല എന്ന് സമൂഹത്തിന്റെ മുന്നിൽ ശക്തമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ഖുർആൻ പരിഭാഷ എഴുതിയതിനെ, ഖുർആൻ അർത്ഥം വെക്കുന്നതിനെ, ആശയം പറയുന്നതിനെതിരെ കേരളത്തിൽ ഒരു പുസ്തകം വിരചിതമായിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പോഴും പിൻവലിക്കപ്പെട്ടിട്ടില്ല. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിൽ നിന്ന് സഹോദരങ്ങളായ ആളുകളെ ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പ് കൊടുക്കുന്ന പുസ്തകം. ഇ.കെ. അസം മുസ്ലിയാർ അദ്ദേഹമാണ് ആ പുസ്തകത്തിന്റെ രചയിതാവ്.
ആ പുസ്തകം കേരളക്കരയിൽ വിരചിതമായി. പക്ഷെ പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണോ? അല്ല. ആർക്കും മനസ്സിലാകും, ആർക്കും മനസ്സിലാകും ഖുർആൻ. കാരണം അല്ലാഹുവിന്റെ കലാമാണ്, മനുഷ്യ സമൂഹത്തിന്റെ മാർഗദർശനമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. അതെങ്ങനെയാണ് മനുഷ്യന് മനസ്സിലാകാതിരിക്കുക? കാരണം ഖുർആൻ മാർഗദർശനമാണെങ്കിൽ, ഖുർആൻ വഴികാട്ടിയാണെങ്കിൽ, ഖുർആൻ വെളിച്ചമാണെങ്കിൽ, പരിശുദ്ധ ഖുർആൻ മാനവകുലത്തിന്റെ മാർഗദീപമാണെങ്കിൽ, പരിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന്റെ സംസ്കരണത്തിന്റെ ദിവ്യ വെളിച്ചമാണെങ്കിൽ, ഉറപ്പ് അത് മനസ്സിലാകണം, മനസ്സിലായിരിക്കണം. അവിടെയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം സമൂഹത്തിന്റെ ഒരു സമസ്തയുടെ സമ്മേളനം. ആ സമ്മേളനത്തിൽ ഒരു അമുസ്ലിമായ സഹോദരനെ സംസാരിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സദസ്സിൽ മുഴുവനും പണ്ഡിതന്മാരാണ്, സ്റ്റേജിൽ മുഴുവനും പണ്ഡിതന്മാരാണ്. അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ചെറുപ്പകാലം ഓർത്തു പോവുകയാണ്. ആ ചെറുപ്പകാലത്ത് എന്റെ സുഹൃത്തുക്കളായ മുസ്ലിങ്ങൾ അവർ പരിശുദ്ധ ഖുർആൻ എന്ന ഈ വേദഗ്രന്ഥത്തെ എനിക്ക് തരുമായിരുന്നില്ല. എനിക്കത് വായിക്കാൻ അവസരമുണ്ടായില്ല. അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾക്കത് തരാൻ പറ്റൂല, അങ്ങനെ നിങ്ങൾക്ക് വായിക്കാനും പറ്റൂല, അങ്ങനെ വന്നാൽ നിങ്ങളുടെ കണ്ണുകൾ പൊട്ടിപ്പോകുമെന്നാണ്. അങ്ങനെ കണ്ണ് പൊട്ടിപ്പോകുന്ന ക്ഷുദ്രകൃതി എന്ന നിലയിൽ ഞാൻ പേടിച്ചാണ് മുന്നോട്ട് പോയത്. കാലങ്ങളേറെ കഴിഞ്ഞു. പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ മലയാള പരിഭാഷ അതെന്റെ ശ്രദ്ധയിൽപ്പെടുകയും വായിക്കുകയും ചെയ്തു. ആ പരിശുദ്ധ ഖുർആനിന്റെ ആശയധാരയിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഉസ്താദുമാരെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ എന്നുകൊണ്ട് അദ്ദേഹം പറയാണ്, എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഖുർആൻ കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല, ഖുർആൻ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അത് മനസ്സിലായതുകൊണ്ട് പറഞ്ഞതാണ്. ഖുർആൻ എന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്. അറബികളായതുകൊണ്ട്, അറബി ഭാഷയായതുകൊണ്ടും ഖുർആൻ ഓതുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാകും. അറബുകളല്ലാത്ത ആളുകൾക്ക് ഖുർആനിന്റെ പരിഭാഷ വായിച്ചാൽ അത് ഖുർആനിന്റെ ആശയം മനസ്സിലാകും. അവ പ്രിയപ്പെട്ടവരെ, ഉത്ബത്ത് ബിൻ റബീഅയോട് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യ. ഈ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത, ഇതിന്റെ സൂക്തങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഖുർആനൻ അറബിയ്യ, അറബി ഭാഷയിലുള്ള പാരായണ ഗ്രന്ഥമാണ്. ലിഖൗമി യഅലമൂൻ, അറിയുന്ന ആളുകൾക്ക്, മനസ്സിലാകുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ നന്നായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബശീറൻ വനദീറാ. ഈ പരിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ മറ്റു രണ്ട് വിശേഷണങ്ങൾ, അത് ബശീറായ ഗ്രന്ഥമാണ്. ബശീർ എന്ന് പറഞ്ഞാൽ മാനവകുലത്തിന് മാർഗദർശനം നൽകുമ്പോൾ ആ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വിരോധനകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതിനനുസരിച്ച് ജീവിച്ചാൽ, പ്രപഞ്ചനാഥനായ റബ്ബിന്റെ കലാമനുസരിച്ച് ജീവിച്ചാൽ, ഈ ദുനിയാവിൽ അവർക്ക് സമാധാനം, ഈ ദുനിയാവിൽ അവർക്ക് ശാന്തിയുണ്ട്. പരലോകത്തിലേക്ക് എത്തിയാൽ സ്വർഗജീവിതം അവർക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നദീറ, മുന്നറിയിപ്പ് കൊടുക്കുന്ന ഗ്രന്ഥമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിച്ചാൽ ആ ആളുകൾക്ക് ദുനിയാവിലും കഷ്ടനഷ്ടങ്ങളാണ്, പരലോകത്തെത്തിയാൽ അവർക്ക് നരകശിക്ഷയുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് റസൂൽ പറയാണ്,
പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതുകയാണ്. ഫഅറദ അക്സറുഹും ഫഹും ലാ യസ്മഊൻ. എന്നാൽ അധികം ആളുകളും ആയത്തിലേക്ക് കടക്കുന്നു. അതിങ്ങനെ ഓതി വരുന്നു. കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ ഫഇൻ അഅറദൂ ഫഖുൽ അൻദർതുകും സാഇഖതൻ മിസ്ല സാഇഖതി ആദി വസമൂദ്. ഇതാ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നബിയേ നീ പറഞ്ഞോളൂ, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. ആദും സമൂദും ഈ ഭൂമിലോകത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ടതുപോലെ അവർക്കിറങ്ങിയ ശിക്ഷ പോലെ നിങ്ങൾക്കും ആ ശിക്ഷ വരുമെന്ന് ഞാനിതാ മുന്നറിയിപ്പ് നൽകുകയാണ്. ചില റിപ്പോർട്ടുകൾ കാണാം, ഉത്ബ തന്റെ ചെവിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, നിർത്ത് നിർത്ത് നിർത്ത്, ഇനി എനിക്ക് കേൾക്കാൻ വയ്യാണ്. കാരണം ഉത്ബയുടെ മനസ്സിൽ, ഉത്ബയുടെ ഖൽബിൽ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അയാൾ വല്ലാതെ ബേജാറായി. അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ ആ സുജൂദിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. ഏകദേശം 37-38 ആയത്ത് വരെ. 37 ആയത്തിൽ അല്ലാഹ് പറയുന്നത് ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون فإن استكبروا فالذين عند ربك يسبحون له بالليل والنهار وهم لا يسأمون. വമിൻ ആയാതിഹി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അല്ലൈലു വന്നഹാർ, രാത്രിയും പകലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അശ്ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ സൂര്യന് സാഷ്ടാംഗം നമിക്കരുത് കേട്ടോ, നിങ്ങൾ ചന്ദ്രനും സാഷ്ടാംഗം നമിക്കരുത് കേട്ടോ. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, അവയെ സൃഷ്ടിച്ച സൃഷ്ടാവാരാണോ ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. فإن استكبروا فالذين عند ربك يسبحون له بالليل والنهار وهم لا يسأمون. എന്താണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കൊടുത്ത വാക്കാണത്. പങ്കെടുക്കണേ. ലൈവ് അല്ലേ? പവർ ബാങ്ക്
ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കഴിഞ്ഞു. നബി തങ്ങൾ സുജൂദിലേക്ക് പോയി. ഉത്ബത്ത് ബിൻ റബീഅ അവിടുന്ന് ഇറങ്ങുന്നു. അദ്ദേഹത്തെ പറഞ്ഞയച്ച ആളുകളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഉത്ബ വരുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഉത്ബയെ കണ്ട ആളുകളുടെ മുഖമൊക്കെ വാടിത്തുടങ്ങി. കാരണം അങ്ങോട്ട് പോയ ഉത്ബയല്ല ഇങ്ങോട്ട് വരുന്നത്. ഉത്ബയെ കണ്ടപാടെ ആളുകൾ ചോദിച്ചു, എന്ത് പറ്റി ഉത്ബ? മാ വറഅക യാ അബൽ വലീദ്, അല്ലയോ ഉത്ബ, എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പറയും. ആ സമയത്ത് ഉത്ബ പറഞ്ഞൊരു വർത്തമാനുണ്ട്. ഉത്ബ ആ കൂടിയിരിക്കുന്ന ആളുകളെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഖദ് സമിഅ്തു ഖൗലൻ മാ സമിഅ്തു മിസ്ലഹു ഖത്ത്. അല്ലാഹുവിനെ തന്നെ സത്യം, ഞാൻ ഇപ്പോൾ കേട്ട വാക്കുണ്ടല്ലോ, അങ്ങനെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടേ ഇല്ല ഇതിനു മുമ്പ്. ഞാൻ അങ്ങനത്തെ ഒരു വർത്തമാനം കേട്ടിട്ടേ ഇല്ല. വല്ലാഹി മാ ഹുവ ബിസ്സിഹ്ർ, അല്ലാഹുവിനെ തന്നെ സത്യം, അത് സിഹറല്ല. വലാ ബിശ്ശിഅർ, അത് കവിതയുമല്ല. വലാ ബിൽ കഹാന, അത് ജ്യോത്സ്യവർത്തമാനങ്ങളുമല്ല. യാ മഅ്ശറ ഖുറൈശ്, ഏ ഖുറൈശികളെ, അത്തിഊനി, നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കണം. വജഅലൂ ഹാലി, അതിനെ നിങ്ങൾ എനിക്ക് ആക്കിത്തരണം. ഖല്ലു ബൈന അർറജുലി വബൈന മാ ഹുവ ഫീഹി ഫഅ്തസിലു, അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം അദ്ദേഹത്തെ നിങ്ങൾ വിട്, നിങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കി വിട്, നിങ്ങൾ അദ്ദേഹത്തിനെതിരെ നിൽക്കരുത്. ഫവല്ലാഹി ലയകൂനന്ന ലിഖൗലിഹി അല്ലദീ സമിഅ്തു നബഉൻ, അതിന്റെ അത്ഭുതങ്ങളിലൂടെ അയാൾ കടന്നുപോയപ്പോൾ പറഞ്ഞൊരു വർത്താനാണ്, വല്ലാഹി ലയകൂനന്ന ലിഖൗലിഹി അല്ലദീ സമിഅ്തു നബഉൻ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ കേട്ട ആ വാക്കുകളുണ്ടല്ലോ, അതൊരു നബആണ്, അതൊരു വൃത്താന്തമാണ്. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മുസ്ലിം സമുദായത്തോടുള്ള ചോദ്യം ഇതാണ്. എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനിലൂടെ കടന്നുപോയിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഏതെങ്കിലും സമയത്ത് ഇത് ഖുർആൻ ഒരു വൃത്താന്തമാണ്, ഖുർആൻ ഒരു വലിയ വൃത്താന്തമാണ്, വലിയൊരു വർത്തമാനമാണ്, ഇതൊരു വലിയ ആശയമാണ് എന്ന് നമ്മൾക്ക് ബോധ്യമായിട്ടുണ്ടോ മുസ്ലിമീങ്ങളെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഖുർആനിനെ അടുത്തറിയണം. പരിശുദ്ധ ഖുർആൻ ഉത്ബത്ത് ബിൻ റബീഅ പറഞ്ഞൊരു വർത്താനതാണ്. സമാനമായൊരു വർത്താനമാണ് വലീദ് ബിൻ മുഗീറ പറയുന്നത്. ആരാണ് ഈ വലീദ് ബിൻ മുഗീറ എന്നറിയോ? വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഖാലിദ് ബിൻ വലീദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഹലോ, മനസ്സിലല്ലേ? അതെ, ഖാലിദ് ബിൻ വലീദിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം ആരാണ്? സൈഫുല്ലാഹ് അൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ വാളാണ്. വിശേഷണം പറഞ്ഞത് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരാണ് വലീദ് ബിൻ മുഗീറ. ആ വലീദ് ബിൻ മുഗീറ മക്കയിലെ വലിയ സമ്പന്നനാണ്. അതേ, മക്ക മുതൽ ത്വായിഫ് വരെ പ്രവിശാലമായ സമ്പത്തിന്റെ ഉടമയാണ്. ഒട്ടകങ്ങളുണ്ട്, ആടുകളുണ്ട്, അടിമകളുണ്ട്, കൃഷിത്തോട്ടങ്ങളുണ്ട്. സമ്പത്തിന്റെ വിവിധങ്ങളായ വകുപ്പുകൾ കൈവശത്തിലുള്ള വലിയ വലിയ മനുഷ്യനാണ് വലീദ് ഇബ്നു മുഗീറ. പോരാ,
അള്ളാഹു സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചതുപോലെ തന്നെ സന്താന ഭാഗ്യവും കൊടുത്ത് അനുഗ്രഹിച്ചയാളാണ്. അതേ 9 ആൺമക്കളുണ്ട് വലീദിന്. ആലോചിച്ചൊക്കെ മക്കാർക്ക് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അപമാനായിരുന്നു. ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. അവർക്ക് വല്ലാത്ത അപമാന ഭാരമാണ്. പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ അപമാനമാണ്, ആൺകുട്ടികൾ അഭിമാനമാണ്. അപ്പോഴാണ് ഒരാൾക്ക് 9 ആൺമക്കളാണ്. കടാകടിയന്മാരായ 9 ആൺമക്കളുണ്ട്. ആ 9 ആൺമക്കളിൽ ഒരാളുടെ പേരാണ് ഞാൻ പറഞ്ഞത്, ഖാലിദ് ഇബ്നുൽ വലീദ്. എന്നെ വാക്യം പറയണ്ടല്ലോ അല്ലേ? ആ 9 എണ്ണത്തിൽ 3 എണ്ണേ മുസ്ലിം ആയിട്ടുള്ളൂ. അമ്മാറും ഖാലിദും ഹിഷാമും 3 ആളെ മുസ്ലിം ആയിട്ടുള്ളൂ. ബാക്കി 6 ആളുകളും ബാപ്പയുടെ പാത പിന്തുടർന്നവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ സമ്പത്തും സന്താന ഭാഗ്യമുള്ള മനുഷ്യൻ പോരാ, സാഹിത്യത്തിലും അയാൾ വലിയ സമ്പന്നനാണ്. അയാൾ പറയാറുണ്ട്, എനിക്ക് മനുഷ്യരുടെ കവിത മാത്രമല്ല ജിന്നുകളുടെ കവിതയും എനിക്കറിയാം എന്ന അവകാശവാദം പറഞ്ഞയാൾ. അയാൾ സാധാരണ പറയാറുണ്ട്, അനൽ വഹീദ് ഇബ്നുൽ വഹീദ് ലൈസ ലീ ഫിൽ അറബി നദീർ വലാ ലി അബീ നദീർ. ഞാനും എൻ്റെ വാപ്പയും ഏകന്മാരാണ്, ഞങ്ങൾക്ക് തുല്യമായി ഒരാളുമില്ല. അതാണ് വലീദ് ഇബ്നു മുഗീറ. ആ വലീദ് ഇബ്നു മുഗീറയാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ നാവിൽ നിന്ന് കേട്ട് സ്തബ്ധനാവുകയാണ്. ആ അള്ളാഹുവിന്റെ റസൂലിന്റെ പാരായണം കേട്ടപ്പോൾ വലീദിന്റെ ചെവിയിലൂടെ കടന്നുപോയ പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ അയാളുടെ കൽബിൽ ഇടിപ്പടക്കങ്ങൾ ഉണ്ടാക്കുകയാണ്. അയാൾ വല്ലാതെ സ്തബ്ധനാവുകയാണ്. അയാൾ പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. വല്ലാഹ് ഇന്ന ലഹു ലഹലാവ. അള്ളാഹുവിനെ തന്നെ സത്യം, മുഹമ്മദിന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ട വാക്കുകളുണ്ടല്ലോ, അതിന് വല്ലാത്ത മാധുര്യമുണ്ട്, അതിന് വല്ലാത്ത മധുരമുണ്ട്. എന്റെ രണ്ടാമത്തെ ചോദ്യം ഈ വാക്ക് പറിച്ചുകൊണ്ടാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിങ്ങളെ, പരിശുദ്ധ ഖുർആൻ എപ്പോഴെങ്കിലും മധുരമായി അനുഭവപ്പെട്ടോ? ഖുർആൻ എപ്പോഴും ഒരു മധുരിതമായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മുസ്ലിമീങ്ങളെ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നഹു യഅലൂ വലാ യുഅലാ അലൈഹി. ഈ ഖുർആൻ ഞാൻ കേട്ട മുഹമ്മദിന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ട വചനങ്ങൾ അതിങ്ങനെ ഔന്നിത്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും. അതിനെ താഴ്ത്താൻ പറ്റുന്ന ഒന്നുമുണ്ടാവില്ല, അതിനെ താഴ്ത്താൻ പറ്റുന്ന ഒന്നിനും സാധ്യമല്ല. ഇത് വലീദ് ഇബ്നു മുഗീറയുടെ വാക്കാണ്. ഇതൊന്നും മുസ്ലിങ്ങളല്ല കേട്ടോ. ഖുർആൻ ആ കാലഘട്ടത്തിൽ കേട്ട ആളുകളുടെ അത്ഭുതമാണത്. ഇസ്ലാമിന്റെ ശത്രുക്കളായ 3 ആളുകൾ അവർ അള്ളാന്റെ റസൂലിന്റെ പാരായണം കേൾക്കാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞിരിക്കാന്ന് പറഞ്ഞാല് അള്ളാഹ് ആലോചിച്ച്, അബൂജഹലും അഖ്നസ് ഇബ്നു ഖൈസും അബൂ സുഫിയാനും നബിതങ്ങളുടെ പാരായണം കേൾക്കാൻ വേണ്ടി രാത്രിയിൽ നബിതങ്ങൾ ഖുർആൻ ഓതുമ്പോ പ്രവാചകന്റെ വീടിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ ആരും കാണാതെ ഒളിഞ്ഞിരുന്ന് ഖുർആൻ കേൾക്കുക. കാരണം എന്താണെന്നറിയോ? ഖുർആൻ അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ്. പരിശുദ്ധ ഖുർആൻ ഒരുപക്ഷെ നമ്മൾ ഖുർആനിന്റെ ആളുകളായിട്ടും ഖുർആനിനെ വേണ്ട പോലെ അങ്ങോട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രശ്നം. അല്ലേ? നിങ്ങളത് പറയും അല്ലേ? ഖുർആൻ വേണ്ട പോലെ നമ്മളുടെ കൽബിലേക്ക് കയറിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചു നേരം ഓതിക്കഴിയുമ്പോൾ നമ്മൾ മടുക്കും.
കുറച്ചു നേരം ഓതുമ്പോഴേക്ക് കോട്ടുവായി വരും, ആകെ ഒരു ചടപ്പ് വരും, അവിടെ പോവും. എന്താണെന്നറിയോ? ഖുർആൻ ആസ്വദിക്കാൻ നമുക്ക് കിട്ടണില്ല എന്നുള്ളതാണ്. നമുക്ക് ഖുർആൻ ആസ്വാദ്യകരമായി തോന്നണില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അറബി ഭാഷ നമുക്കറിയില്ല, അത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടിട്ടില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് കീറാമുട്ടി എന്നല്ല, 7 ദിവസം മതി. 7 ദിവസം കൊണ്ട് അറബി ഭാഷയുടെ അടിസ്ഥാന പാഠങ്ങൾ ഈസി ആയിട്ട് പഠിക്കാം. മുമ്പൊക്കെ നമ്മൾ ദർസിലൊക്കെ ഓതുന്ന സമയത്തൊക്കെ മജ്മുഅത്ത് കുത്തുബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. മീസാന്, അജ്നാസ് സുഗ്റ, അജ്നാസുൽ കുബ്ര, സഞ്ചാന്, ഹവാമില്, തഖ്വീമുൽ ലിസാൻ, അതുപോലെ തുഹ്ഫ, പിന്നെ ഖത്തർനദ, ഇത്രയും സാധനങ്ങൾ ആദ്യത്തെ 3 കൊല്ലം ഓതണം. അത് കഴിഞ്ഞാൽ പിന്നെ അൽഫിയയിലേക്ക് കടക്കണം. ഇങ്ങനൊക്കെ ഓതി കുറേ കേട്ട് ഇങ്ങനെ. ഇന്നിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്നൊക്കെ ഷോർട്ട് കട്ടാണ്. വളരെ പെട്ടെന്നാണ് ആ ഭാഷ സ്വായത്തമാക്കാൻ കഴിയാന്ന് മനസ്സിലായി. ഇങ്ങനെ കുത്തിരുന്ന് കുറേ സമയം വേസ്റ്റാക്കി എന്ന് മാത്രം, എന്നൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന്. ഞാൻ സാധാരണ പറയും, ഞാൻ 7 ദിവസം കൊണ്ട് ശരിക്കതിന്റെ അടിസ്ഥാന പാഠങ്ങൾ കൃത്യമായി, പിന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് പോകാം. പക്ഷെ അറബി ഭാഷ പഠിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വിഷയം. നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അത്. അറബി ഭാഷ പഠിച്ചാലാണ് ഖുർആനിന്റെ ചില പ്രയോഗങ്ങളുടെ അത്ഭുതങ്ങൾ നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുക. ഞാൻ ഇൻഷാ അല്ലാഹ് എന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ ചില അത്ഭുതങ്ങളെ കുറിച്ച് സൂചിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആൻ എത്ര ചോദ്യം ചോദിച്ചു? എത്ര ചോദ്യം ചോദിച്ചു? 2 ചോദ്യം ചോദിച്ചു. 5 ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കണം പോണത്. അപ്പൊ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഖുർആൻ അങ്ങനെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നം നമ്മുടേതാണ്. നമ്മൾ അതിലൊരു മാറ്റം വരുത്തണം. നിങ്ങൾ നോക്കൂ, ഞാൻ അടുത്ത വാക്ക് പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതാ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം നടക്കുന്നു. ആ സമയത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ അവരെ ഖുറൈശികൾ കിരാതമായി മർദ്ദിച്ചല്ലോ. അവരെങ്ങനെ നാടുവിട്ട് പല സ്ഥലങ്ങളിലേക്കും ചേക്കേറിയല്ലോ. അതേ ഹിജറ പോയപ്പോൾ നജാഷിയുടെ നാട്ടിലേക്ക് ഹിജറ പോയി. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും കൂടെയുള്ള കുറച്ചാളുകളും അവിടെ എത്തിയിട്ടും ഖുറൈശികൾ മുസ്ലിമീങ്ങളെ പുറത്താക്കണമെന്ന് പറഞ്ഞ് രാജാവിനെ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ട് നജാശി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം തന്നെ അവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കലല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ ആശയങ്ങളെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ, ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ നജാശി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഓ ജഅഫറേ, ഹൽ മഅകും ശൈഉം മിമ്മാ ജാഅ ബിഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ജഅഫറേ, നിന്റെ അടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു കിട്ടിയ ഖുർആനിൽ നിന്ന് വല്ലതും നിന്റെ അടുത്തുണ്ടോ? നിനക്ക് മനപ്പാഠമുണ്ടോ ജഅഫറേ? ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, എനിക്ക് മനപ്പാഠമുണ്ട്, ഞാൻ ഓതിത്തരാം. ജഅഫർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓതാൻ വേണ്ടി തിരഞ്ഞെടുത്തത് സൂറത്തു മറിയമിലെ ചില വാക്കുകളാണ്. സൂറത്തു മറിയമിന് ചില പ്രത്യേകതകളുണ്ട്. അതെന്താണെന്നറിയോ? അത് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്.
ഈസാ നബിയുടെ ഉമ്മയായ മറിയമുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. നജ്ജാശിയാവട്ടെ ക്രിസ്ത്യാനിയുമാണ്. അയാൾക്ക് അറബി നല്ലവണ്ണം അറിയുന്നയാളല്ല, മറിച്ച് അദ്ദേഹത്തിന് ദ്വിഭാഷയുണ്ട്. ജഅഫർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. സൂറത്ത് മറിയമിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കാഫ് ഹാ ഐൻ സ്വാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا എന്നിങ്ങനെ തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മറിയം ഇങ്ങനെ ഓതി തുടങ്ങുകയാണ്. നജ്ജാശി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. വേറെയും കുറെ ആയത്തുകൾ അദ്ദേഹം ഓതി. എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്ത് മറിയമിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച വാക്കുണ്ട്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا. സൂറത്ത് മറിയമിലെ അത്ഭുതകരമായ വർത്തമാനത്തിലൂടെ അതാ ഖുർആനിന്റെ പാരായണം നടക്കുമ്പോൾ നജ്ജാശിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. നജ്ജാശി കരയുകയാണ്. അതേ, അദ്ദേഹത്തിന്റെ കരച്ചിലിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നത് കാണാം. فبكى النجاشي حتى أقبل لحيته. അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനഞ്ഞു പോകുന്ന രൂപത്തിൽ അദ്ദേഹം കരഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ രാജാവിന്റെ കരച്ചിൽ കണ്ടിട്ട് കൂടെയുള്ളവരും കരഞ്ഞു പോവുകയാണ്. ഖുർആൻ കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ടോ? മൂന്നാമത്തെ ചോദ്യം. എപ്പോഴെങ്കിലും ഖുർആൻ ഓതിയിട്ട് നമ്മുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ടോ മുസ്ലിമീങ്ങളെ? ഏതെങ്കിലും ഒരു അധ്യായം നമ്മുടെ ഖൽബിൽ സ്ഥാനം പിടിച്ചിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും 40, 50, 60, 70 വയസ്സുള്ള ആളുകൾ ഒരുപക്ഷെ എന്റെ മുന്നിലുണ്ടാകും. 1-ാം ക്ലാസ് മുതൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയവരാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ സമസ്തയുടെ മദ്രസയിലാണെങ്കിലും മുജാഹിദ് മദ്രസകളാണെങ്കിലും ഏത് മദ്രസയിലാണെങ്കിലും 1-ാമത്തെ ക്ലാസ്സിൽ അക്ഷരങ്ങളെ ചേർത്ത് വായിക്കാൻ, അക്ഷരങ്ങളുടെ വടിവ് മനസ്സിലാക്കി, അക്ഷരത്തിന്റെ സുഫത്ത് മനസ്സിലാക്കി, ഉസ്താദിന്റെ നാവിൽ നിന്ന് അക്ഷരങ്ങളെ കൃത്യമായി ഉച്ചരിച്ചു തുടങ്ങി, അക്ഷരങ്ങളെ ചേർത്ത് വെച്ച് അങ്ങനെ ഖുർആനിന്റെ ശകലങ്ങളിലൂടെ, ഖുർആനിന്റെ ആയത്തുകളുടെ ശകലങ്ങളിലൂടെ 1-ാം ക്ലാസ് അവസാനിച്ച് 2-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖുർആനിന്റെ ആയത്തുകൾ നേരിട്ട് വായിക്കാൻ, ഓതാൻ പ്രാപ്തി നേടിയ കാലഘട്ടം മുതൽ ഈ 60 വർഷക്കാലം ജീവിതത്തിന്റെ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ കിതാബ് ഓതിയിട്ട് കണ്ണിന്ന് കണ്ണുനീര് വന്നതായി ഓർക്കുന്നുണ്ടോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ? നജ്ജാശിയുടെ സദസ് മുഴുവനും കണ്ണുനീരിലാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന ഹാദാ വല്ലദീ ജാഅ ബിഹി മൂസാ. തീർച്ചയായും ഇത് മൂസ കൊണ്ടുവന്ന അതേ സാധനം തന്നെ. ഇത് രണ്ടും മിൻ മിശ്കാത്തിൻ വാഹിദ. അതെ, ഒരൊറ്റ വിളക്ക് മാടത്തിൽ നിന്നാണ് ഇത് വരുന്നത്. ഒരേ വിളക്ക് മാടത്തിൽ നിന്ന് വരുന്നതാണ്. നജ്ജാശിയുടെ പ്രഖ്യാപനാണ്. ആ ഖുർആൻ കേട്ട് കരഞ്ഞ നജ്ജാശി മരിച്ചപ്പോൾ അള്ളാന്റെ റസൂല് സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. കാരണം അദ്ദേഹം ഖുർആനിന്റെ മുന്നിൽ കരഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിനെ ഹൃദയത്തിൽ സ്വീകരിച്ച മനുഷ്യനാണ് എന്ന് റസൂലുള്ളാഹിക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വിവരം ലഭിക്കുന്നു.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് എത്ര കാലായി? ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചു തരുന്ന കാര്യം യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും യഥാർത്ഥ വിശ്വാസികൾ, ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടാൽ, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പിടക്കുകയാണ്, അവരുടെ ഹൃദയങ്ങൾ കിടിലം കൊള്ളുകയാണ്. കാരണം അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് വല്ലാത്ത ഒരു അനുഭൂതിയാണ്, അയാളുടെ ഖൽബിന് വല്ലാത്ത പിടക്കലാണ്. പ്രിയപ്പെട്ടവരെ, അത് വിശ്വാസികളുടെ പ്രത്യേകതയാണ്. ഖുർആൻ ഈ പറയുന്നൊരു കാര്യം എന്താ അറിയാം? വിശ്വാസികളാണോ അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ ഖൽബുകൾക്ക് ഒരു കിടിലത അനുഭവപ്പെടുന്നതാണ്. ഖൽബിനൊന്നൊരു വൈബ്രേഷൻ ഉണ്ടാവും. അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലാഹുവിന്റെ നിയമങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ സത്യവിശ്വാസികളുടെ ഖൽബിൽ ഒരു പിടക്കലുണ്ടാകും. എന്ന് പറഞ്ഞാൽ അവനത് പൂർണ്ണമായും റബ്ബിന് കീഴൊതുങ്ങുവാൻ, ആ റബ്ബിനെ സ്വീകരിക്കുവാൻ അവൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്നു എന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഖുർആൻ പഠിപ്പിച്ചു തന്ന കുറെ ആശയങ്ങളുണ്ട്. ആരാണ് അല്ലാഹു? അല്ലാഹു ആരാണെന്ന് ഖുർആൻ വിശദീകരിക്കുമ്പോ അത് കേൾക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുൽക്കൊടി കണ്ടാൽ പോലും അവൻ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകും. ഖുർആൻ അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിന്റെ വിശേഷണം അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുന്നതിനേക്കാളും ഉപരി അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് പറയാനായിരിക്കും അയാൾക്ക് താല്പര്യം. ഈ മുജാഹിദുകളും മുജാഹിദുകളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ പറയാറുള്ളത് ഒന്നാമത്തെ വ്യത്യാസം അതാണ്. മുജാഹിദുകൾ എപ്പോഴും അള്ളാഹിനെ കുറിച്ച് പറയും, മുജാഹിദുകളല്ലാത്തവർ അല്ലാത്തവരെ കുറിച്ച് പറയും. അല്ലേ? ആണോ? അല്ലേ? നിങ്ങളെന്താ ഉണ്ടാതിരിക്കണേ? അങ്ങനല്ലേ? ആണ്. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ എപ്പോഴും സംസാരിക്കും മുജാഹിദുകൾ. എന്തുകൊണ്ടാണെന്നറിയോ? ഖുർആൻ മുഴുവനും സംസാരിച്ച അള്ളാഹിനെ കുറിച്ചാണ്. ഖുർആൻ മുഴുവനും സംസാരിച്ചത് മുഴുവനും അള്ളാഹുവിനെ കുറിച്ച്. കാരണം ഖുർആൻ അള്ളാന്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ അതിലെ നിയമമാണെങ്കിലും അള്ളാഹുമായി ബന്ധപ്പെട്ടത്, അതിലെ അംറ് നഹി, അതുപോലെ തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സട്ടാവിനെ കുറിച്ചാണ്. അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഖുർആനിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് അടിസ്ഥാന സംസാരം 3 ഭാഗങ്ങളിലാണ്. 1 അത്തൗഹീദ്, 2 അർറിസാല, 3 അൽ ആഖിറ. 3 കാര്യങ്ങളാണ് ഖുർആൻ. 1 തൗഹീദ്, അല്ലാഹുവിനെ കുറിച്ച് പറയാം, അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടേയിരിക്കുക. ഏത് ഭാഗത്തിലൂടെ പോയാലും അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ വിശ്വാസിയുടെ ഖൽബിൽ ഇങ്ങനെ വല്ലാത്തൊരു പിടക്കലുണ്ടാകും. മനസ്സിലായോ? അതറിയണപ്പോഴാന്ന് വെച്ചാല് അള്ളാഹുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോഴാണ് അതുണ്ടാകുക. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ?
ഒരു 5 മിനിറ്റ് നേരം എല്ലാവരും അള്ളാഹു ഇവിടെ സംവിധാനിച്ചു വെച്ച ഓക്സിജൻ വലിച്ചു കയറ്റാതെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കും. എത്ര നേരം? 5 മിനിറ്റ് നേരം. പറ്റുമോ? ഹലോ, എന്താ മുണ്ടാത്തത്? പറ്റുമോ? പറ്റൂല. ഇനി അടുത്ത ചോദ്യം. ഒരു 3 ദിവസം വെള്ളം കുടിക്കാതെ ഇരിക്കണം. വെള്ളമെന്ന് ഞാൻ പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളവും കുടിക്കരുത്. എന്ന് പറഞ്ഞാൽ ഉമിനീരടക്കം സ്റ്റോപ്പ് ചെയ്ത് പിടിക്കണം. പറ്റുമോ? ഹലോ, പറ്റുമോ? പറ്റൂല. ഒരു മാസക്കാലം ഒരു ഭക്ഷണവും കഴിക്കാതെ ഇരിക്കുക. ഒരു ഭക്ഷണവും തൊടാൻ പാടില്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിനെ അല്ലാതെ പിന്നെ നീ ആരെയാടാ ഓർക്കേണ്ടത്? ശരിക്കും ശ്രദ്ധിച്ചു നോക്കുകള്. നിമിഷം, ഓരോ നിമിഷങ്ങളിൽ, ഓരോ മൈക്രോമില്യൺ സെക്കൻഡിൽ വരെ നീ ഡിപ്പെൻഡായി നിൽക്കുന്ന, നീ ആരെയാണോ ആശ്രയിച്ചു നിൽക്കുന്നത്, അവനെയല്ലേ ഓർക്കേണ്ടത്? അവനെയല്ലേ സ്മരിക്കേണ്ടത്? അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാവൂലേ? കേട്ടോ, നിങ്ങൾക്ക് ഫുൾ ടൈം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത ഒരാളെന്ന് നോക്കുക. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ വെള്ളം, നിങ്ങളുടെ രോഗ ചികിത്സ, അങ്ങനെ തുടങ്ങിയ എല്ലാ ചെലവും ഒരാൾ വഹിക്കുന്നുണ്ട് എന്ന് നോക്കുക. അയാളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെ അവസ്ഥ? അയാളെ കാണുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ വർത്തമാനം പറയാനുള്ള ആഗ്രഹം എന്തായിരിക്കും? എന്നിട്ടാണ് മനുഷ്യന്മാരെ ഒരു സെക്കൻഡിന്റെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രപഞ്ചനാഥനായ റബ്ബിനെ, ആ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നിന്റെ കൽബിൽ സദാ ലൈവായി നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ നീ എന്ത് മനുഷ്യനാടോ? അതാണ് അല്ലാഹു പറയുന്നത്, വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് നടുക്കം അനുഭവപ്പെടുകയാണ്. അതേ, തന്റെ സട്ടാവിനെ കുറിച്ചുള്ള ചിന്ത അവന്റെ കൽബിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്ത വൈബ്രേഷൻ അവൻ അനുഭവപ്പെടുകയാണ്. എന്റെ റബ്ബാണ്, ആ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചവൻ, ആ റബ്ബാണ് എനിക്കെല്ലാം തന്നവൻ, ആ റബ്ബാണ് എന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ. അവനല്ലാതെ എന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരാളുമില്ല. അവൻ തീരുമാനിച്ചാലല്ലാതെ ഈ ഭൂമി ലോകത്തിൽ നല്ല പ്രപഞ്ചത്തിലൊന്നും സാധ്യമല്ല. അവൻ നൽകാത്തതൊന്നും തരാൻ ഒരാൾക്കും കഴിയില്ല. അവൻ തരാത്തത് തരാനൊരുത്തനും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ റബ്ബുമായുള്ള ബന്ധത്തിലാണ്. എനിക്ക് റബ്ബല്ലാത്ത ഒരാളും വേണ്ട. അതൊരു വല്ലാത്ത സംഗതി കേട്ടോ, ഒരു വലിയ സമാധാനാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനി ചരിത്രങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് ഈ ഖുർആൻ ചരിത്രം പറഞ്ഞറിയോ? ചരിത്രം കേട്ടിട്ട് ഇങ്ങനെ രോമാഞ്ചണിയാനല്ല, ചരിത്രം കേട്ടിട്ട് ആ ചരിത്രത്തിൽ ഇങ്ങനെ ആനന്ദത്തോടെ പോകാനല്ല. കഥ കേൾക്കുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാവില്ല, അതിനല്ല. ഖുർആൻ ഖസസ് ആവിഷ്കരിക്കുന്നത്, പറയുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം, അത് ഇബ്റത്താണ്. അത് ഇബ്റത്താണ്. ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ പാഠം ഉൾക്കൊള്ളലാണ്, ഗുണപാഠമുണ്ടാവലാണ്. അതാണ് ഖുർആനിന്റെ ഖസസ്. അതിനാ ഖുർആൻ ചരിത്രം പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഖുർആനിന്റെ ചരിത്രങ്ങളെല്ലാം വന്നവസാനിക്കുന്നത് പ്രപഞ്ചനാഥനുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ്. ഞാൻ എല്ലാ ചരിത്രങ്ങളുടെയും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാലഘട്ടത്തോട് യോജിച്ചുകൊണ്ട് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യം പറയാം. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞ് ചർച്ച ചെയ്ത പ്രവാചകന്റെ പേര്
മൂസ അലൈഹിസ്സലാം എന്നാണ്. മൂസാ നബിയാണ്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്നത് ബനു ഇസ്രായേലിന്റെ ചരിത്രമാണ്. ബനു ഇസ്രായേലിനെ ഓർത്തെടുക്കുമ്പോൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട എപ്സ്റ്റീൻ ഫയലിനെ കൂടി നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ടി വരും. കാരണം എന്താണെന്നറിയോ നിങ്ങൾ? ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. അടിച്ചമർത്തപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് ഒരു സമൂഹത്തിൽ മുഴുവനും ശക്തമായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ബനൂ ഇസ്രായേലിലെ ഉമ്മമാരെ ഓർത്തെടുക്കുന്ന ഒരു വലിയ ആശയം അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? ബനൂ ഇസ്രായേൽ വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം. രാജ്യം ഭരിക്കുന്നത് ഖിബ്തികൾ. അവരുടെ രാജാവ് ഫിർഔനാണ്, ഫറോവയാണ്. അവിടുത്തെ അടിസ്ഥാന വർഗമായ ബനൂ ഇസ്രായേലുകൾ അവർ കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മർദ്ദനത്തിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ചേർത്ത് അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇൻഫന്റ് അങ്ങോട്ട് മാറിയിട്ടുള്ള കുട്ടികൾ മുതൽ ഇങ്ങോട്ട് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുമക്കളെ, പെൺകുട്ടികളെ, ഫറോവ ആൺകുട്ടികളെ ആണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്, ആൺകുട്ടികളുമുണ്ടതിൽ. ആ കുട്ടികളെ കൊണ്ടുവന്ന് ലൈംഗിക വൈകൃതത്തിന് ഉപയോഗപ്പെടുത്തി അവസാനം ആ കുഞ്ഞുമക്കളെ പീഡിപ്പിച്ച് ആ കുട്ടികളെ നിഷ്ഠൂരമായി കൊന്നിട്ട് ആ രക്തം ഊറ്റിയെടുത്ത് അത് സ്വന്തം ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റി തനിക്ക് യൗവനം നിലനിർത്താൻ വേണ്ടി ലോകത്തറിയപ്പെടുന്ന പല രാഷ്ട്ര നേതാക്കന്മാരും അതുപോലെ തന്നെ സെലിബ്രിറ്റികളും അങ്ങനെ തുടങ്ങുന്ന പലരും ആ പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ രക്തം കയറ്റിയിട്ട് രക്തപിശാചുക്കളായി ഇന്ന് ലോകത്ത് വാണരുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിൽ ബന്ധമുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ, മതേതര രാജ്യത്തിന്റെ എല്ലാവരെയും ഒരുപോലെ കാണണം. ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് ആ ഫയലിൽ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ, ഈ രാജ്യത്തിലെ ഒരു മന്ത്രിയുടെ പേര് അതിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഭയപ്പാടോടുകൂടി അല്ലാതെ അത് കേൾക്കാൻ നമുക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലാണ് മുസ്ലിം സമുദായം ഓർത്തെടുക്കണം. നിങ്ങൾ നോക്കൂ, ഒരു സമൂഹത്തെ വല്ലാതെ പീഡിപ്പിച്ചും പ്രയാസപ്പെടുത്തിയും മുന്നോട്ട് പോകുന്ന ആളുകൾ അവരുടെ അന്തർധാര എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പല ഫയലുകളും ആളുകളുടെ ഉറക്കം കെടുത്തുന്ന, അത് കണ്ടാൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത, അത് മാത്രമല്ല ആ കുഞ്ഞുമക്കളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ എടുത്ത് തനിക്ക് തിന്നാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുകൂടി കേൾക്കുമ്പോൾ ഇത്തരം നരഭോജികളാണല്ലോ ലോകത്തെ പല രാഷ്ട്ര നേതാക്കന്മാരുമെന്ന് ചിന്തിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നടക്കുന്ന പല യുദ്ധങ്ങളും ഇവരുടെ കക്ഷി താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഇവരുടെ തിന്മകളെ മറച്ചു വെക്കാനും അതിനുവേണ്ടി മാത്രം പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടതാണെന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഞാനതിലേക്കൊന്ന് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. അവിടെയാണ് ബനൂ ഇസ്രായേലുകളെ ചേർത്ത് വെക്കേണ്ടത്. വർഷങ്ങൾ നീണ്ട ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ അവരെ മോചിപ്പിക്കാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അയക്കുന്നു. മൂസ നബി വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ അവരെയും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവരെയും കൊണ്ട് ചെങ്കടലിന്റെ മുന്നിലേക്ക് എത്തുന്ന സന്ദർഭം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ആ ചെങ്കടലിന്റെ മുന്നിലേക്ക് എത്തി ഇനി മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? മുന്നോട്ട് പോകാൻ കഴിയില്ല. നേതാവായ മൂസ അലൈഹിസ്സലാം മൂസ നബിയിൽ വിശ്വാസമർപ്പിച്ച് രക്ഷപ്പെടാനുള്ള വല്ലാത്ത ആഗ്രഹത്തിൽ മൂസ നബിയുടെ പിന്നാലെ കൂടിയ ബനൂ ഇസ്രായേലുകളും അവിടെ ശബ്ദരായി നിൽക്കുകയാണ്. പിന്നാലെ വരുന്നുണ്ട് ആർത്തിരമ്പിക്കൊണ്ട് ഫറോവയുടെ സൈന്യം കടന്നു വരുന്നുണ്ട്. അവരുടെ ശബ്ദ കോലാഹലങ്ങൾ കേട്ടപ്പോൾ ബനൂ ഇസ്രായേലുകൾ വല്ലാതെ പേടിക്കുകയാണ്. അവർ നേതാവായ മൂസ നബിയോട് പറഞ്ഞു, ഇന്ന
ഇന്നാ ലമുദ്റകൂൻ. ഓ മൂസ, നമ്മൾ പിടിക്കപ്പെട്ടേ തന്നെ നമ്മൾ ഇവിടെ കിടന്ന് ചാകേണ്ടി വരും മൂസ. എന്ത് ചെയ്യും മൂസ? അവിടെ അതാ നേതാവിന്റെ മുഖത്ത് പകർച്ചയില്ല, നേതാവിന്റെ കാലുകൾക്ക് തളർച്ചയില്ല. പതറാത്ത പാദത്തോട് ചിതറാത്ത ചിത്തത്തോട് ശക്തമായി മഹാനായ മൂസ അലൈഹിസ്സലാം തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞ വാക്ക്, ഇല്ല മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുക തന്നെ ചെയ്യും. അവനൊരു വഴി എനിക്ക് കാണിച്ചു തരും. എന്തൊരു ആത്മവിശ്വാസം, എന്തൊരു കോൺഫിഡന്റ് ആണല്ലേ. ഇവിടെ ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ അന്വേഷിച്ച് നടക്കാൻ ആധുനിക കാലത്തെ ജനങ്ങള്. വീട്ടിൽ ഖുർആൻ ഇരിപ്പുണ്ട്, പരിഭാഷ ഇരിപ്പുണ്ട്, അത് നേരെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒന്നും ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കാണ്. മുമ്പൊരാള് പറഞ്ഞില്ല എന്ത്, സുന്ദരമായ താമരപ്പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. ആ താമരപ്പൂവിന്റെ സുഗന്ധം ചുറ്റുഭാഗത്ത് അടിച്ചു വീശുകയാണ്. ആ താമരപ്പൂവിന്റെ തൊട്ടുതാഴെ അതിന്റെ ഇലയുടെ മുകളിൽ തന്നെ ഒരു തവള ഇരിപ്പുണ്ട്. ആ തവളക്ക് ആ സുഗന്ധം ആസ്വദിക്കാനുള്ള തരിമൂക്കില്ല. എന്നാൽ ആ താമരപ്പൂവിന്റെ സുഗന്ധം അതിങ്ങനെ അടിച്ചു പരക്കുമ്പോൾ, അതിങ്ങനെ ചുറ്റുപാടും പരക്കുമ്പോൾ ദൂരദിക്കിൽ നിന്ന് വരെ പാറി വരുന്നുണ്ട് വണ്ടുകൾ. ആ വണ്ടുകൾ മൂളിപ്പാഞ്ഞു വന്ന് ഈ താമരയിലേക്കിരുന്ന് ായി മാറിപ്പോയല്ലേ. ഇത്ര ഉന്നതമായ സൗരഭ്യം പരത്തുന്ന, ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായി മറുപടി തരുന്ന ഒരു വേദഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നിട്ടും എന്തിനാണോ ഇങ്ങനെ പിന്നെ അന്വേഷിച്ചടക്കാണ് എവിടെയാണ് കിട്ടാന്ന്. ഓരോരുത്തർ 500-1000 ഉറുപ്പിക കൊടുത്തിട്ടാണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുക. കേട്ടിട്ട് തിരിച്ചു പോരാ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പോസിറ്റീവ് എനർജി തരാൻ, നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ അള്ളാന്റെ ഖുർആൻ അതിന്റെ ചില ഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാൽ മതി. അവിടെയാണ് മൂസ അലൈഹിസ്സലാം തന്റെ ജനങ്ങളെ സമാധാനിപ്പിക്കുന്ന വർത്തമാനം, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, പേടിക്കണ്ട ബനൂ ഇസ്രായേലികളെ, അള്ളയുണ്ട്, അവൻ വഴി കാണിക്കും. അന്ന് വരെ കാണാത്തൊരത്ഭുതമാണ് അന്ന് ബനൂ ഇസ്രായേലികൾ കണ്ടത് അല്ലേ. അന്ന് വരെ കാണാത്തൊരത്ഭുതം. സീൻ അഹമ്മദ് മൗലവിയൊക്കെ കുടുങ്ങിപ്പോയ സംഗതി അവിടെയാണ്. ഇത്രയും വലിയ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് വടി കൊണ്ട് കുത്താൻ വേണ്ടി മൂപ്പർക്ക് ചിന്ത ആരോ കിട്ടിയത്. അവിടെയാണ് അടിക്ക് മൂസ, വടി കൊണ്ടടിക്ക്. ആർത്തിരമ്പി വരുന്ന സൈന്യത്തിന്റെ മുന്നിൽ ബനൂ ഇസ്രായേലികൾക്ക് പാതയൊരുക്കണം. അടിക്ക് സമുദ്രത്തിൽ. അത് രണ്ടും രണ്ട് ഭാഗത്തേക്ക് മാറുന്നു. എന്തൊരാശ്വാസം! ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസം നിങ്ങൾക്ക് വേണോ? തരിച്ചു നിൽക്കുമ്പോ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഭ്രാന്തിയിൽ നിൽക്കുമ്പോ ഉണ്ട്, ചിന്തിച്ചോ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നിന്നെ സംവിധാനിച്ച, ഒരു സെക്കൻഡിന്റെ അല്പസമയം പോലും അവനെ വിട്ട് ജീവിക്കാൻ പറ്റാത്ത രൂപത്തിൽ ചൂഴ്ന്നു നിൽക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ ഉണ്ട് കൂടെ. അതൊരു വല്ലാത്ത കോൺഫിഡന്റ് ആണ്. അത് നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ സുഖം പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? അനങ്ങിയാൽ അല്ലല്ലാത്തവർ വിളിച്ചു നേടുന്ന ആളുകൾക്ക് ഈ സുഖം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊരു വല്ലാത്ത ആസ്വാദനമാണ്. അത് ശരീരത്തിൽ ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാക്കും. അതാണ് അള്ളാഹിനെ കുറിച്ച് കേൾക്കുമ്പോ വിശ്വാസികൾക്ക് ഉണ്ടാകുന്നത്. إذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه
ഇദാ ഹും യസ്തബ്ശിറൂൻ. വേറൊരു കക്ഷിയെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞതാണ്. അല്ലാഹനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ വെറുപ്പുണ്ടാകുന്ന ഒരു കക്ഷി ഉണ്ടോ? സൂക്ഷിച്ചോളിൽ, ഓന് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവനാണ്. അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞാൽ സന്തോഷിക്കുന്നുണ്ടോ? മനസ്സിലാക്കിക്കോളിൽ, അവന് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവനാണ്. ഇത് അല്ലാഹ് പറഞ്ഞ വാക്ക, ഞാൻ പറഞ്ഞല്ലോ. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞാൽ ബേജാറ് വരുന്ന ആളുകളുണ്ടോ? സൂക്ഷിക്കണം മക്കളെ. കൽബിനകത്ത് പിശാചിന്റെ ശല്യം ശക്തമായിട്ടുണ്ട്. അവനെ പുറത്താക്കിക്കോളൂ. അള്ളാഹുവിലേക്ക് തിരിഞ്ഞോളൂ. ഏത് കാര്യങ്ങളിലും അല്ലാഹ് കൂടെയുണ്ട്. അതല്ലേ ഖുർആനിലെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം പറയുന്നത് പോലെ ഖുർആൻ എടുത്തുദ്ധരിച്ച സയ്യിദുനാ വ ഹബീബുനാ വ ഖുർറത്തു അഅ്യുനിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗർ ഗുഹയുടെ ഉള്ളിലെ ചരിത്രം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കല്ല. അവിടെ ഒരൊറ്റ പോയിന്റ് ഉണ്ട്. إذ يقول لصاحبه لا تحزن إن الله معنا. ഗുഹാകവാടത്തിൽ ശത്രുക്കൾ നിൽക്കുകയാണ്. നോക്കിയാൽ നിങ്ങളെ കാണുമല്ലോ നബിയെ. ബേജാറാണ് സിദ്ദീഖിന്റെ കൽബിൽ. നബി തങ്ങളെ പിടിക്കുമോ എന്ന വിഷമമുണ്ട്. ആ സങ്കടം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് മാ ലന്നുക യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. ഓ അബൂബക്കറേ, രണ്ടാളുകൾ മൂന്നാമനായി അല്ലാഹ് അവർക്കുണ്ട്. അല്ലാഹു അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ടാളുകളെ കുറിച്ച് നീ എന്താണ് വിചാരിക്കുന്നത്? നീ എന്താണ് ധരിച്ചത് അബൂബക്കറേ? ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ. ദുഃഖിക്കണ്ട, പ്രയാസപ്പെടണ്ട, വിഷമിക്കണ്ട. ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് സിദ്ദീഖേ. വല്ലാത്തൊരു വർത്താനം, സമാധാനാണ്. ഇത്രയും വലിയ ഒരു പോസിറ്റീവ് എനർജി അള്ളാന്റെ ഖുർആൻ തരാൻ. സാമ്പത്തികമായി പ്രയാസത്തിലായോ? ഭയപ്പെടേണ്ട, ദുഃഖിക്കണ്ട. നീ ആത്മഹത്യ മുനമ്പിലേക്ക് പോവുകയും വേണ്ട. റബ്ബുണ്ട്, മറക്കണ്ട. അല്ലാഹു ഉണ്ട്, മറക്കണ്ട. അവനൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. നിങ്ങൾക്ക് സന്താന സൗഭാഗ്യമില്ലാതെ പ്രയാസത്തിലൂടെ പോവുകയാണോ? ഭയപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ഇബ്രാഹിം നബിക്ക് സന്താനത്തെ കൊടുത്ത അള്ളയുണ്ട്. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ നരച്ച ശരീരം, നരച്ച മുടിയും ദുർബലമായ എല്ലുകളുമായി കഴിഞ്ഞുകൂടിയ സക്കരിയാ നബിക്ക് സന്താനത്തെ കൊടുത്ത അള്ളയുണ്ട് കേട്ടോ. ഭയപ്പെടേണ്ട എന്ന് ഖുർആൻ നമ്മളോട് പറയുകയാണ്. രോഗാതുരമായ അവസ്ഥയിൽ പോവുകയാണോ? വല്ലാത്ത പ്രയാസത്തിലാണോ? എഴുന്നേൽക്കാൻ പറ്റാതെ കിടന്നുപോയോ? പേടിക്കണ്ട. അതേ, അയ്യൂബ് നബിക്ക് സൗഖ്യം നൽകിയ അള്ളയുണ്ട് കേട്ടോ. ആ അല്ലാഹുവിലേക്ക് അങ്ങേൽപ്പിച്ചോളൂ. വൈദാ അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ ഇദാ ദുഃഖിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അതാണ് കൽബിൽ അള്ളാഹിനെ കുറിച്ച് വരുമ്പോൾ ഒരു ഇങ്ങനെ ഇരിക്കുന്നത്. അത് കിട്ടിയവരൊക്കെ ഭാഗ്യവാന്മാരാട്ടെ. അത് എനിക്ക് കിട്ടണില്ലേ? പ്രയാസം വരുമ്പോഴേക്ക് കണ്ടവന്റെ പിന്നാലെ ഓടാൻ വേണോ? അങ്ങോട്ടോട് ഇങ്ങോട്ടോടുക. അല്ലല്ലാത്തവരെ വിളിച്ചു തേടുക. നിങ്ങളെ ഞങ്ങളെ സഹായിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഔലിയായിനെ വിളിച്ചു തേടുക, അംബിയായിനെ വിളിച്ചു തേടുക. അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ജനങ്ങളെ, അവർക്ക് ആർക്കെങ്കിലും ഹൽ ഹുന്ന കാശിഫാത്തുൽ ദുർരിഹി, ഹൽ ഹുന്ന കാശിഫാത്തുൽ ദുർരിഹി, ഖുർആന്റെ ചോദ്യം.
ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി. ഉപദ്രവം നീക്കാൻ അവർക്ക് കഴിയുമോ? കഴിയില്ല, സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഇത് നമ്മളോട് സംസാരിക്കുകയാണ്. ഇനി അടുത്ത ആയത്ത്, ആ ആയത്തിന്റെ അടുത്ത ഭാഗം, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഖുർആനിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുകയായി. ഈമാൻ വർദ്ധിക്കാൻ സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. അടുത്ത ചോദ്യം, ഖുർആൻ ഇത്രയും കാലം ഓതിയിട്ട് എപ്പോഴെങ്കിലും ഈ ആയത്ത് ഓതിയപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ഈമാനികമായ ആവേശം ഉണ്ടായി, ഈമാനികമായ ഒരു ഉയർച്ചയുണ്ടായി എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സന്ദർഭം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആലോചിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാം. എത്ര ചോദ്യം? എത്രയായി? 4 ചോദ്യമായി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അള്ളാന്റെ ഖുർആനിന്റെ ഒരു ആയത്ത് കേട്ടിട്ട്, ഗാമികളൊക്കെ അങ്ങനെയാണ്, ആയത്ത് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത പിന്നെ ഈമാനികമായ ഉയർച്ച ഉണ്ടാകാറ്. ഞാൻ എപ്പോഴും ആലോചിക്കണ്ടേ, ഞാനിങ്ങനെ ഓർക്കൽ എന്താ അറിയാള്, ഈ ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്ന മൗമുകളൊക്കെ സ്വഹാബികൾ നിസ്കാരത്തില്, തറാവി നിസ്കാരത്തിലൊക്കെ ഒരുന്ന് ഈ അത്താഴത്തിന്റെ സമയം വരെ നമ്മളെപ്പോലത്തെ മജ്ജയ മാംസമുള്ള മനുഷ്യന്മാരല്ലേ. അപ്പോഴാണ് അതിന്റെ ഉള്ളിൽ ഒരു ഹിക്മത്ത് ഉണ്ട് എന്ന് മനസ്സിലായി. എന്താണെന്നറിയോ? നിങ്ങള് മുന്നിൽ നിൽക്കുന്ന ആളാരാന്നറിയോ? ഇമാം നിൽക്കുന്ന ആള് ഒന്ന് ഉബയ്യ് ഇബ്നു കഅബ് അൻസാരി റളിയല്ലാഹു അൻഹു ആയിരിക്കും, അല്ലെങ്കിൽ തമീം ദാരി റളിയല്ലാഹു അൻഹു ആയിരിക്കും. ഇവരൊക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇവരുടെ പാരായണം കേട്ടാൽ ആ പാരായണത്തിന് വല്ലാത്തൊരു മാധുര്യം ഉണ്ടാവും. മാത്രല്ല, ആ ആയത്തുകളുടെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രൂപത്തിലുള്ള ഓത്തായിരിക്കും അവർക്ക് ഉണ്ടാകുക. അത് പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് അതേപോലെ ഒപ്പിയെടുക്കാൻ കഴിയുന്നവരാണ് ബാക്കി നിൽക്കുന്നവര്. ശരിക്കു പറഞ്ഞാൽ അവര് ഖുർആനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാ, ഓൽക്ക് എത്ര നേരം വേണമെങ്കിലും എന്ത് ചെയ്യും, നിൽക്കും. നമ്മള് റമദാനാകുമ്പോ മുജാഹിദ് പള്ളിയിലൊക്കെ ഹാഫിളിനെ അന്വയിച്ച് നടക്കലാണ്. കുറ്റായിട്ട് പറഞ്ഞല്ല കേട്ടോ. അങ്ങനെ ഹാഫിളിനെ വേണം, ഹാഫിളിനെ വേണം, ആയിക്കോട്ടെ, ഹാഫിളിനെ കൊടുത്തു. അങ്ങനെ ഹാഫിള് വന്ന് അപ്പൊ അതിനേക്കാളും വലിയ മോട്ടറായിട്ടുണ്ടാവും ഇമാം. അപ്പോ ഒന്നാമത്തെ റക്അത്തിൽ തന്നെ എന്ത് ചെയ്യും, സൂറത്ത് ബഖറ അങ്ങോട്ട് തുടങ്ങി ഒരു 2-3 പേജൊക്കെ കണ്ട് ഓതിയിട്ടുണ്ടാവും. ഫസ്റ്റല്ലേ? അടുത്ത റക്അത്തിൽ അതുപോലെ ഇങ്ങനെ. അപ്പൊ സംഗതി അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് മൂപ്പര് കൂടിയ അപ്പ കാണാൻ ഇപ്പുറത്തുനിന്ന് എന്ത്, അവിടുന്ന് ഒരാൾ ചുമക്കുന്നു, ഇവിടുന്ന് ഒരാൾ കീറുന്നു. എന്താണെന്നറിയോ? എന്താണ്? സിഗ്നലാണത്. ആർക്ക്? ഇമാമിന്. മതിയങ്ങായി, അവസാനിപ്പിക്കും, നിർത്ത്. ഒന്നാമത്തെ ദിവസം കഴിയുമ്പോ പല ആളുകളും കമ്മിറ്റിയിൽ ഭാരവാഹികൾ അടുത്ത് വന്നിട്ട് പറയും, പോകും. ഞാനിങ്ങനെ ക്ലാസ് എടുത്തു കഴിഞ്ഞ് അതിന്റെ ആയത്തും വിശദീകരണവും ഒക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പള്ളിയിലേക്ക് ഇശാക്ക് കയറുക, നിസ്കാരക്ക് കയറുക. അങ്ങനെ ഒരു ദിവസം, ആദ്യത്തെ ദിവസം ഈ ക്ലാസിന്റെ ഈ ചെക്കൻ വന്ന് ഇങ്ങനെ ഓതി തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് 1-2 ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ജീവിതത്തില് ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ഇശാ നിസ്കരിക്കണമെന്ന്. എന്താണെന്നറിയോ? ഫാത്തിഹ അങ്ങോട്ട് ഓതിക്കഴിഞ്ഞ് ഇവൻ ഓതുന്ന സൂറത്ത് ഹജ്ജിലെ ആയത്തുകളാണ്. കാരണം തൊട്ടു മുമ്പ് അതിന്റെ അർത്ഥവും ആശയവും വിശദീകരിച്ച് അതിന്റെ പ്രധാന പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് ഇപ്പൊ ഈ പള്ളിയിൽ ഈ ഇമാം ഓതുന്നത്. അപ്പോൾ ചില ആളുകൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞറിയോ, ജീവിതത്തിൽ വല്ലാത്തൊരു സന്ദർഭം. കാരണം ഇന്നലെ ഇശാ നിസ്കരിച്ചപ്പോഴേ വല്ലാത്തൊരു സംഗതിയെ തോന്നി. കാരണം ഇമാം ഓതുമ്പോ
നിങ്ങളാ പറഞ്ഞ ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഇമാം അവിടെ ഇശാ നിസ്കരിക്കാനെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഹലോ, നിസ്കരിക്കാൻ നിന്നിട്ടെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മളിങ്ങനെ മുമ്പ് ദർസിലൊക്കെ പറയും കിതാബും ഫീഹി മാ ഫീഹി വബൗലുൽ കൽബി ഫീഹി എന്ന് പറയാറുണ്ട്. കിതാബുൻ ഫീഹി മാ ഫീഹി, കിതാബിലുള്ളത് കിതാബിൽ തന്നെ ഉണ്ട്, അടുത്ത് ഞാൻ പറയണില്ല. അപ്പൊ അതങ്ങനെയുള്ളത് എന്ന് പറഞ്ഞ പോലെ ഖുർആനിലുള്ളത് ഖുർആനിലുണ്ട്. നമ്മളിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കുന്നു മാത്രം. പക്ഷെ ഖുർആന്റെ കൂടെ പോകാൻ ശ്രമിക്കണം. ഞാനൊരു ഉദാഹരണം പറയാൻ എനിക്ക് മനസ്സിലാവും. ഈ സൂറത്ത് റഹ്മാൻ ഓതുമ്പോ മറ്റ് അധ്യായങ്ങൾ ഓതുന്നതിനേക്കാളും ഒരു ആസ്വാദനം നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഹലോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ 9 മണിക്ക് റഹ്മാനില് തസ്ബീഹ് താമ്മുമുണ്ട്. ഖുർആൻ പറഞ്ഞില്ലേ എന്ത്? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി, വചനങ്ങളുള്ള ഒരു കിതാബാണ് ഖുർആനാണ്. അത് കേൾക്കുമ്പോ തഖ്ശഇറു മിന്നു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, തങ്ങളെ റബ്ബിനെ പേടിക്കുന്ന ആളുകൾക്ക് രോമാഞ്ചം ഉണ്ടാകും. ഓരോ തോലുകൾ ഇങ്ങനെ വറവുള്ളുന്ന. അതിനെന്താ പറയുന്ന രോമാഞ്ചം, ഒരു വല്ലാത്തൊരു ഇതുണ്ടാവും. അത് ശരിക്കും അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സൂറത്തുർ റഹ്മാനില്. കാരണം എന്താ അറിയോ? അതിലൊരു ആയത്താണ് ഹൈലൈറ്റ് അല്ലേ? എന്ത്? فبأي آلاء ربكما تكذبان. ഈ ആയത്ത് ഇങ്ങനെ ഓരോന്ന് കഴിയുന്നവർ ഇങ്ങനെ ആവർത്തിച്ച് വരും. അവിടെ എല്ലാം അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വല്ലാത്തൊരു ലോകത്തേക്ക് പോകും. കാരണം ശാസ്ത്രീയ ചർച്ചകളുണ്ട്, മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്, അങ്ങനെ പലതിലും. അതിന്റെ ഒക്കെ ശേഷം എന്ത്? ഏ മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളുക? അത്ഭുതകരമായി വർത്തമാനം ഇങ്ങനെ ഓരോന്ന് അതിങ്ങനെ കേൾക്കുമ്പോൾ മറജൽ ബഹറൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സമുദ്രത്തിൽ അല്ലാഹു ഒളിപ്പിച്ചു വെച്ച മഹാത്ഭുതത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം അന്ന് ചോദിക്കുകയാണ്, ഏ മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളുക? എങ്ങനെയാണ് റബ്ബിനെ നിഷേധിക്കാൻ കഴിയുക? ആ അധ്യായം തീരുന്നത് വരെയും വല്ലാത്തൊരു ലോകത്തായിരിക്കും നമ്മൾ ഉണ്ടാകുക. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോഴേക്ക് ഈമാൻ വർദ്ധിക്കണം. ഖുർആൻ കേൾക്കുമ്പോഴേക്ക് ഈമാൻ ഇങ്ങനെ ശക്തമായി വരണം. അതിന് അള്ളാന്റെ ആയത്തുകൾ നമ്മൾക്ക് മനസ്സിലാവണം. ഇനി ഖുർആൻ പറഞ്ഞൊരൊറ്റ കാര്യം, ഖുർആൻ പറയുകയാണ്, വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക. തീർച്ചയായും ഇത് നിനക്കും നിന്റെ സമുദായത്തിനുമുള്ള സമൂഹത്തിനുമുള്ള ദിക്റാണ്, ഉത്ബോധനമാണ്. നമുക്ക് തോന്നിയിട്ടുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത് കേട്ടാ. ഖുർആൻ ഒരു ദിക്റായി ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇനി ഞാൻ അവസാനിപ്പിക്കാൻ പറയാനുള്ള വാക്കിതാണ്, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. വലഖദ് അൻസൽനാ ഇലൈക്കും, തീർച്ചയായും നിങ്ങൾക്ക് ഇതാ ഒരു വേദഗ്രന്ഥം നാം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഫീഹി ദിക്റുക്കും, അതിലുണ്ട് ദിക്റുക്കും, നിങ്ങളുടെ ദിക്റ്. നിങ്ങൾ അതിലുണ്ട്, നിങ്ങളുടെ വർത്തമാനം അതിലുണ്ട്, നിങ്ങളെ ദിക്ർ അതിലുണ്ട്. അഫലാ തഅഖിലൂൻ,
എന്താ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തത്? അതിന്റെ അർത്ഥം എന്നറിയോ? ശരിക്കും നമ്മളെല്ലാവരും ഖുർആനിലേക്ക് നോക്കണം. നമ്മളെ എന്നെ ഖുർആനിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. അഥവാ ഖുർആൻ പറഞ്ഞ ആളാണോ ഞാൻ എന്നാലോചിച്ചാൽ മതി. നമ്മുടെ വിഷയം എന്താ? നിങ്ങൾ സംസ്കരണത്തിന്റെ ദിവ്യ വെളിച്ചം എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കിക്കോളീ, പരിശോധിച്ചോളീ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 6200 ചില്ലുവാനം വരുന്ന ആയത്തുകളിൽ 150 ചില്ലുവാനം ആയത്തുകൾ മാത്രമേ ഇബാദത്തുകളുമായി ചർച്ച ചെയ്യുന്ന ആയത്തുള്ളൂ. കാര്യം നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സ്വതക്ക തുടങ്ങുന്ന ഇബാദത്തുകളുണ്ടല്ലോ, അത് ചർച്ച ചെയ്യാൻ ഖുർആൻ ആകെ ഉപയോഗിച്ച 150 ചില്ലുവാൻ ആയത്തുകൾ മാത്രം. എന്നാലോ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ, ഒരു മനുഷ്യന്റെ സ്വഭാവം സംസ്കരിക്കുവാൻ, ഒരു മനുഷ്യന് മാനവിക മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവനായി തീർക്കാൻ 1500-ലധികം വരുന്ന ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ. അഖ്ലാഖിയാത്ത് പഠിപ്പിക്കാൻ 1500-ലധികം വരുന്ന ആയത്തുകൾ അല്ലാഹുവിന്റെ ഖുർആൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്നെ അന്വേഷിക്കണോ? ഖുർആനിലേക്ക് നോക്ക്. എന്താ വേണ്ടെന്നറിയോ? നമ്മള് ആരാണ് എന്ന് ഈ കേരളത്തിൽ മുജാഹിദുകൾ ഇറക്കിയിട്ടുള്ള പരിഭാഷകളിൽ ഒരു പ്രധാനപ്പെട്ട പരിഭാഷയാണ് ചെറിയ മുണ്ടത്തിന്റെ തഫ്സീർ, അല്ലേ? 2 പരിഭാഷകളാണ്. അതിലൊന്ന് വിശാലമായ പരിഭാഷ, അത് അമാനി മൗലവിയുടേതാണ്, അമാനി മൗലവിയുടെ പേരിലുള്ളതാണ്. എന്നാൽ ഹ്രസ്വമായ ഒരു പരിഭാഷയുണ്ട്, ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷ. ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ പോകുമ്പോ ആ പരിഭാഷയുടെ ഒന്നെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ ആദ്യത്തില് അവിടെ ഇൻഡെക്സ് കാണാം. അതായത് ഖുർആനിലെ വിഷയ സൂചിക കണ്ടിട്ടുണ്ട്? ആരെങ്കിലും കണ്ടിട്ടില്ലേ? ആ, ഖത്തീബുമാര് മിക്കവാറും കാണും. എന്താ കാര്യം വെച്ചാൽ വളരെ എളുപ്പത്തിൽ ആയത്ത് കണ്ടെത്താൻ നല്ല സുഖമാണത്. ആ ഇൻഡെക്സ് എടുത്തു വെച്ചിട്ട് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട്, അവിടെ ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. ഉദാഹരണം, ദേഷ്യം, കോപം ഉണ്ടാകുക, കോപം എന്ന് പറയുന്ന വിഷയത്തിൽ ആ ഇൻഡെക്സിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ടാകും കോപം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്, കോപത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടാവും. അതെടുത്തിട്ട് നോക്കാം, അപ്പറിയാം ഖുർആൻ പറഞ്ഞ ആളല്ല ആര് ആര് ഞാൻ എന്ന് നമുക്ക് ബോധ്യമാവും. അങ്ങനെ ഓരോന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, ഒരു സമൂഹത്തെ മുഴുവനും ഒരൊറ്റ അധ്യായത്തിൽ മാറ്റം വരുത്തിയതാണ് ഖുർആൻ. ഒരൊറ്റ അധ്യായം, ചെറിയൊരധ്യായം ഒരു സമൂഹത്തിന്റെ ദുസ്വഭാവത്തെ മുഴുവനും മാറ്റിമറിച്ചു കളഞ്ഞു. ഏതാണ് അധ്യായം എന്നറിയോ? ചെറിയൊരു അധ്യായങ്ങൾക്കൊക്കെ മനപ്പാടുണ്ടാകും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി, ഓർമ്മയുണ്ടോ? കാണാറില്ല? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ഈ അധ്യായത്തിന്റെ പ്രത്യേകതയുണ്ട്. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് വൈലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസത്തിൻ. ഹുമസ, ലുമസ, വല്ലാത്തൊരു സിമിലാരിറ്റി വാക്കുപോലെ തോന്നാം. ഒന്ന് ഹുമസയാണ്, മറ്റൊന്ന് ലുമസയാണ്. ലംസും ഹംസുമാണ്. എന്നാണ് ആ പറഞ്ഞതെന്നറിയോ? മനുഷ്യരെ കുത്തിപ്പറയുന്ന ചില മനുഷ്യന്മാർ, മനുഷ്യരെ പരിഹസിക്കുന്ന ചില മനുഷ്യന്മാർ. ഒരാൾ നിങ്ങളെ പരിഹസിച്ചാൽ നിങ്ങൾക്ക് എവിടെ വേദന വരിക? കജ്ജിക്കോ, കാലുക്കോ, കണ്ണുക്കോ, മൂക്കുക്കോ, കൽബുക്കോ? എവിടെ വേദന വരിക? കൽബിന് വേദന വരും, അല്ലേ? ഇൻഡയറക്റ്റ് ആയിട്ട് കുത്താന്നാ പറയാ ഈ കുത്തിപ്പറയല്. പരിഹസിക്കുന്ന ആളുകളുടെ മുന്നിൽ മറ്റുള്ളവരെ പരിഹസിക്കുക, പരിഹസിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നവർക്ക്
ആ പരിഹാസമേൽക്കുന്നവന്റെ കൽബ് വേദനിക്കുന്നുണ്ട്. ആ കൽബ് വേദനിച്ചതിന് അള്ളാഹു കൊടുക്കുന്ന പരിണിതി എന്താണെന്ന് ഒരധ്യായത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു, ലയുംബദന്ന ഫിൽ ഹുതമ വമാ ദറാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ. അതിന്റെ പ്രയോഗമാണത്. ആ ആളുകൾ ഹുതമയിൽ എറിയപ്പെടും, എറിയപ്പെടുക തന്നെ ചെയ്യും. ലാ ശക്ക ഫീഹി വലാ റൈബ്, സംശയം വേണ്ട, അവർ ഹുതമയിൽ എറിയപ്പെടും. വമാ അദ്റാക മൽ ഹുതമ, ഹുതമ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം നബിയേ? നാറുല്ലാഹ്, അല്ലാഹുവിന്റെ അഗ്നിയാണത്. അല്ലതി നാറുല്ലാഹിൽ മൂഖദ, കത്തിക്കപ്പെട്ട ജ്വലിപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ അഗ്നി. അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ, ദുനിയാവിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ കൽബിനെ നിന്റെ വാക്കുകളാകുന്ന അമ്പുകൾ കൊണ്ട് അയന്റെ കൽബ് കീറി മുറിച്ച് വേദനിപ്പിച്ച നിനക്ക് നിന്റെ ഹൃദയാന്തരാളങ്ങളിലേക്ക് പാളി വരുന്ന അല്ലാഹുവിന്റെ അഗ്നി കൊണ്ട് നിന്റെ ഹൃദയത്തെ കരിച്ചു കളയും. വല്ലാത്തൊരു താക്കീത്. അതുവരെയും ആളുകളെ നിസാരപ്പെടുത്തി പരിഹസിച്ച് കളിയാക്കിയിരുന്ന ആളുകൾ സമ്പൂർണമായും പിൻവലിഞ്ഞു. എന്താണെന്നറിയോ? ഖുർആനിന്റെ ആശയം അത്ര ഗംഭീരമാണ്. അത് കേട്ടപ്പോൾ തന്റെ മുന്നിലുണ്ടായിരുന്ന താൻ ചെയ്തിരുന്ന ദുസ്വഭാവത്തെ സമ്പൂർണമായും മാറ്റിവെക്കുന്നു. ഇത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിനുള്ള ദിവ്യ വെളിച്ചമാണ് ഖുർആൻ. അതുകൊണ്ടാണ് 1500-ലധികം വരുന്ന ആയത്തുകൾ മനുഷ്യന്റെ സംസ്കരണത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ശത്രുക്കളോട് പോലും കൃത്യമായി എങ്ങനെ പെരുമാറണമെന്ന് ഖുർആൻ. നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങളെ നിരന്തരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സംഘപരിവാറുകൾ. ഞാൻ ഗൗരവതരമായ വർത്തമാനം പറയാം. ഇന്ത്യ രാജ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ കാല സാഹചര്യം, പാർലമെന്റിൽ പോലും ജനാധിപത്യപരമായി സംസാരിക്കാൻ അവകാശം നിഷേധിക്കപ്പെടുന്ന കാലം, പലരും അകപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവകാശമില്ലാത്ത കാലം. ഈ കാലഘട്ടത്തിലാണ് ആസാം, മുസ്ലിമീങ്ങളുള്ള ആസാമിലെ മിയാ മുസ്ലിമീങ്ങൾ, രാജ്യത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ, റിക്ഷ വലിച്ചു ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, ആ മിയാ മുസ്ലിമീങ്ങളെ മാക്സിമം ഉപദ്രവിക്കണമെന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നവന്റെ പേരെന്താണെന്നറിയുമോ? ആ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ രാജ്യത്തിലെ ജനങ്ങൾ അവർ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി, ജനാധിപത്യപരമായി ജീവിക്കേണ്ടുന്ന, പറയേണ്ടുന്ന, പ്രവർത്തിക്കേണ്ടുന്ന മുഖ്യമന്ത്രി, ഭരണഘടനാനുസൃതമായി എല്ലാവരെയും ഒരുപോലെ കാണേണ്ട മുഖ്യമന്ത്രി, അയാൾ പറയുകയാണ്, മിയാ മുസ്ലിമീങ്ങളുടെ റിക്ഷ വലിച്ച് നിങ്ങൾ പോയാൽ, ആ റിക്ഷ വലിച്ചു പോകുമ്പോൾ അവൻ 5 രൂപ ചോദിച്ചാൽ 4 രൂപയെ കൊടുക്കാവൂ, ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിക്കണം. അങ്ങനെ ഉപദ്രവിച്ചാൽ ആസാമിലെ മുസ്ലിമീങ്ങൾ പതുക്കെ ഈ രാജ്യം വിട്ടു പോയിക്കോളും എന്ന് ഒരു രാജ്യത്തിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന, ജനാധിപത്യ വ്യവസ്ഥിതിയെ കൊഞ്ഞനം കുത്തുന്ന, അതിനെ അരാജകത്വത്തിലേക്ക് തള്ളിയിടുന്ന ജനപ്രതിനിധികളുള്ള ഈ സന്ദർഭത്തിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിരിക്കുന്നു മുസ്ലിമീങ്ങളെ അതിന്റെ ഫോട്ടോ വെച്ചിട്ട് പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് മുസ്ലിമീങ്ങളെ ഇല്ലാതെയാക്കി കളയാം എന്നിങ്ങനെ പെരുമ്പറയടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ, അവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമുണ്ടല്ലോ, അതേ സംഘപരിവാര ടീം നിങ്ങളെ ഉപദ്രവിക്കാൻ വരികയും നിങ്ങളെ ആക്രമിക്കാൻ വരികയും അങ്ങനെ അതിൽ നിന്നൊരുത്തൻ ഓടി രക്ഷപ്പെട്ട് നിങ്ങളുടെ മുസ്ലിമീങ്ങളായ ആളുകളുടെ വീട്ടിൽ അഭയം തേടിയാൽ അവനെ കൊല്ലണോ അതല്ല വെറുതെ വിടണോ? ഇസ്ലാം പഠിപ്പിക്കുന്ന സമാധാനം അറിയണോ? ഖുർആൻ പഠിപ്പിക്കുന്ന സമാധാനം അറിയണോ? ഖുർആൻ പറയാൻ, നിങ്ങളോട് ശത്രുത വെച്ച് നിങ്ങളെ ഉപദ്രവിച്ച് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പണിയെടുക്കുന്ന ഒരുവൻ തന്നെ നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളോട് അഭയം തേടിയാൽ അവൻ അഭയം കൊടുക്കണം. അവനെ കൊല്ലാൻ പാടില്ല. അവൻ അഭയം കൊടുക്കണമെന്ന് മാത്രമല്ല,
അവന്റെ കൽബിലുള്ള ചില തെറ്റുധാരണകളുണ്ട്. അള്ളാഹുവിന്റെ കിതാബ് കേൾക്കാനുള്ള ഒരു അവസരം അവന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, മതം മാറ്റാനല്ല. എന്നിട്ട് ഖുർആൻ പറയാണ്, പിന്നെ അവന് നിർഭയത്വമുണ്ടാകുന്ന, അവന് നിർഭയത്വം നൽകുന്ന, അവന് സുരക്ഷിതത്വം നൽകുന്ന സ്ഥലത്ത് അവന് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇത് ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ടെന്ത് കാണിച്ചാലും മുസ്ലിമീങ്ങൾക്കൊരു ചുക്കില്ല, ഒരു ബേജാറില്ല, ഒരു വിഷമവുമില്ല. മുസ്ലിമീങ്ങളുടെ കൽബിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രപഞ്ചനാഥനാണ്. അള്ളാഹു തീരുമാനിച്ചതിന്റെ പുറത്തേക്ക് ഒന്നും നടക്കില്ല, ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ പേടിപ്പിക്കാൻ കഴിയോ? അതുകൊണ്ട് അത്തരം വൈകാരിക വർത്തമാനം പറയുന്ന നരമ്പ് രോഗികളോട് നമുക്ക് പറയാൻ ഖുർആനിന്റെ ആശയമാണ്. ഖുർആൻ പറയുന്നത് ഇങ്ങോട്ടാണെങ്കിലും ശരി, നിങ്ങളങ്ങോട്ട് മനുഷ്യത്വപരമായി മാത്രമേ പെരുമാറാവൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം. പ്രിയപ്പെട്ടവരെ, ഇത് കേരളക്കരയിൽ വിശദീകരിക്കലാണ്, കേരളക്കരയിൽ പഠിപ്പിച്ചു കൊടുക്കലാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ മനസ്സിലാക്കി കൊടുക്കുക, ആളുകൾക്ക് ഖുർആൻ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നാൽ സമൂഹത്തിൽ ആളുകൾക്ക്, വിശ്വാസികൾക്ക് കൃത്യമായ സമാധാനവും ശാന്തിയും, അവരുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു വഴികാട്ടിയും, അവരുടെ ജീവിതത്തിൽ മാർഗദർശനവും, അവരുടെ ഇബാദത്തുകളിൽ നല്ല ഭംഗിയുള്ള ഇബാദത്തുകളുമൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കും എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അതിനാണ് ഇത്തരം പരിപാടികൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതുപോലെ സമയം 9 മണി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ, അതിൻ്റെ അടിസ്ഥാനമായ പരിശുദ്ധ വേദഗ്രന്ഥത്തെ പഠിക്കണം, മനസ്സിലാക്കണം, അറിയണം. ഈ റമദാൻ ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് പോയിക്കോളിട്ട, ഈ റമദാൻ ഈ 30 ദിവസവും ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിനെ അടുത്തറിയാൻ ഞാൻ ശ്രമിക്കും. ഖുർആനിന്റെ ഒരായത്തെങ്കിലും, ഒരു ദിവസം ഒരായത്തെങ്കിലും അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഈ റമദാൻ കഴിഞ്ഞു പോവുക എന്ന് പ്രിയപ്പെട്ടവരെ കൽബിൽ ഉറപ്പിക്കണം, തീരുമാനമെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളുമെല്ലാം അടിയുറച്ച് ഈമാനോടുകൂടി, ഈമാനിന്റെ തഖ്വിയത്തോടെ നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ സഹായിച്ച ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. ഈ പരിപാടിക്ക് നേരത്തെ തന്നെ എത്തിച്ചേർന്ന് ഇത്രയും നേരം ഈ പരിപാടി കേട്ടിരുന്ന, ഈ കാര്യങ്ങളൊക്കെ കേട്ടാളുകൾ അള്ളാഹു അത് ഉപകാരപ്പെടുന്ന അറിവാക്കി തീർക്കുമാറാവട്ടെ. എനിക്കും നിങ്ങൾക്ക് നാളെ റബ്ബിൻ്റെ അടുത്ത് ഉപകാരമുള്ള, പ്രതിഫലമുള്ള പ്രവർത്തനമായി അള്ളാഹു മാറ്റുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാട്ടുകാരെ, വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റമദാനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ലോക മുസ്ലിം സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ റമദാനിലേക്ക് നമ്മെ എല്ലാവരും എത്തിക്കുമാറാവട്ടെ. മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു അത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ സല്ലിം ലീ ഇലാ റമദാൻ വസല്ലിംനി ഇലാ റമദാൻ വതസല്ലമുഹു മിന്നി മുതഖബ്ബല. അല്ലാഹുവേ, നീ എന്നെ റമദാനിലേക്ക് എത്തിക്കണം. അല്ലാഹുവേ, നീ എനിക്ക് റമദാൻ തരണം. എന്നിട്ട് ആ റമദാൻ എന്നിൽ നിന്ന് കബൂലാക്കണം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് ലഅല്ലകും തത്തഖൂൻ എന്നാണ്. തഖ്വയുള്ളവരാണ്. ഒരു മാസത്തെ ട്രെയിനിങ് ആണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ ട്രെയിനിങ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാനുള്ളത് തഖ്വ എന്ന സർട്ടിഫിക്കറ്റാണ്. പക്ഷേ കുറെ സമയങ്ങളില്ല. അള്ളാഹ് പറഞ്ഞ അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. നോക്കൂ, ഒരു മാസം എന്ന് പറഞ്ഞാൽ 2.5 മില്യൺ സെക്കൻഡാണ്.
43,000 മിനിറ്റുകളാണ്, 7,200 മണിക്കൂറുകളാണ്. അതിൽ 500 മണിക്കൂർ ഭക്ഷണം, ഉറക്കം, പ്രാഥമിക ആവശ്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരം. ബാക്കി 220 മണിക്കൂറാണ്. ആ 220 മണിക്കൂർ ഇൻഷാ അല്ലാഹ് ആ റമളാനിലേക്ക് നമ്മൾ എത്തിയാൽ ആ 220 മണിക്കൂർ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വീകരിക്കുന്ന രൂപത്തിൽ അമലുകൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടെ ഇന്ന് നമ്മോട് വിശദമായി സംസാരിച്ച ബഹുമാന്യനായ പണ്ഡിതൻ നസീറുദ്ദീൻ റഹ്മാനി അവറുകൾ, അദ്ദേഹം ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഈസാ മദനി, മണ്ഡലത്തിന്റെ ഭാരവാഹികൾ, നേതാക്കന്മാർ, എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെ ശ്രവിച്ച സഹോദരന്മാർക്കും നാട്ടുകാർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.